നമ്മുടെ വീട് ഫുള്ള് ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ ഓർത്തു അതൊരു വ്ളോഗാക്കിയിട്ട് നിങ്ങളെയും കാണിക്കണം. അപ്പോൾ നമ്മുടെ പട്ടിക്കൂടൊക്കെ ഫുള്ള് ക്ലീൻ ആക്കണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്. വാ ഗൈസ്, നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കാണ്. ഇന്നലെയൊക്കെ നമ്മൾ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചു, ഗാർഡനിലൊക്കെ ഫുള്ളും പുല്ലാണ്. അപ്പോൾ നമ്മളവിടെ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ കുളം ക്ലീൻ ചെയ്യണം ഗൈസ്. ഇതിൽ അമ്പലമൊക്കെ ഇവിടെ ഇട്ട് വെച്ചൊക്കെയാണ്, ഫുള്ളും വാടിപ്പോയി. പിന്നെ ചേച്ചി ഇവിടെ മിറ്റടിക്കാണ് ഗൈസ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു പട്ടിക്കൂട് ക്ലീൻ ചെയ്യണം, പുല്ല് പറിക്കണം തറയിലുള്ള, കുറേ നാളായി പറയണം. പിന്നെ ബാക്കിലത്തെ പുല്ല് പറിക്കണം, റൂം ക്ലീൻ ചെയ്യണം, ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്കിന്നൊരു വ്ളോഗ് ചെയ്യാം ഗൈസ്. റംബൂട്ടാനൊക്കെ അത് ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ, കായൊക്കെ പിടിച്ചു ഗൈസ് ഫുള്ളും. ഇവിടെ ഫുള്ള് റംബൂട്ടാൻ കായലായിരിക്കും ഗൈസ്, കണ്ടില്ലേ, ഇതിലൊക്കെ നന്നായിട്ട് വലിയ കായ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഇത് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ വേഗം പരിപാടി തുടങ്ങാം ഗൈസ്. പട്ടി കടിക്കില്ല എന്ന് തോന്നണു, എനിക്കറിയില്ല. പട്ടീൻ്റെ സ്വഭാവം ചിലപ്പോൾ മാറും, അതുപോലത്തെ പ്രാന്തുള്ള പട്ടികൾ ഗൈസ്. ഇനി നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ പുല്ലൊക്കെ പറിക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വ്ളോഗ് എടുത്താണ് ഗൈസ്. ഗൈസ്, നമ്മളിത് ഇത്രയും പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജങ്കർ ഇത് ഇറങ്ങിയൊക്കെ വരും. അമ്മേ പട്ടി ഗൈസ്, പേടിക്കൊന്നും വേണ്ട. ഇത്രയും പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചി മിറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, കിട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് രാവിലെ ഒരു ഭയങ്കര വിഷമമാണ്, കാരണം ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവിടെ കാണാൻ വന്നില്ല ഗൈസ്. അതുകൊണ്ട് വെറുതെ ഇവളുടെ പിള്ളേരെയൊക്കെ ഇട്ട് കടിക്കുവാണ്. ഭയങ്കര ദേഷ്യമാണ്. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര കടിയിട്ടോ ഗൈസ് പിള്ളേരെയൊക്കെ ഇട്ട്. ഗൈസ്, നമുക്കിനി ഇത് കൊണ്ട കളയണം. ഇനിയുള്ള പണികളൊക്കെ എനിക്ക് പേടിയാണ് ഗൈസ്, കാരണം ഇവൻ ഓടി വന്നാൽ ഇടയ്ക്ക് പ്രാന്താവും. ഇപ്പോൾ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ്, അങ്ങോട്ട് എന്തോ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ കൊട്ട പുല്ല് കൊണ്ട് കളയാം ഗൈസ്. അവിടുത്തെ പുല്ല് കൊണ്ട് കളഞ്ഞാൽ നമ്മൾ ഇന്നലെ പറിച്ച പുല്ല് കൊണ്ട് കളയണം. ഇത് ഇവിടെ നിന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ പറിച്ച പുല്ലാണ് ഗൈസ്, ഇത് കൊണ്ട് കളയണം ഗൈസ്. ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് കഴിഞ്ഞാണ്ട് നമ്മളെല്ലാം അരി കൊട്ടയിലിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഫുള്ള് അടിച്ച് നേരെയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പട്ടീൻ്റെ അങ്ങോട്ട് പോവാണ് ഗൈസ്. അതിന് മുമ്പ് ഇതൊന്ന് കൊണ്ട് കളയണം. കാണിക്കണ്ട. നമ്മുടെ വീടിന്റെ സൈഡിലേക്കാണ് കേട്ടോ ഇതൊക്കെ കളയുന്നത്. ഇനി എന്താ പരിപാടി? നമുക്ക് പട്ടിക്കൂട് ക്ലീൻ ചെയ്യണം, അതായത് ഇവിടുത്തെ പുല്ല് വെക്കണം. പറിച്ചു ഗൈസ്. ഞങ്ങളിത് ഇങ്ങനത്തെ കമ്പൊക്കെ എടുത്തിട്ട് അവിടെ തല്ലിക്കളയാണ്ട, പറിക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ തല്ലിക്കളയാണ്. അവനിപ്പോഴും മോളിൽ തന്നെയാണ്, മൂളിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ഞാൻ തല്ലിക്കളയുന്നത്. ഇവിടുത്തെ ഇത്ര നമ്മൾ പറിച്ചു. ആശാൻ എന്തോ വലിയ രാജാവിനെ പോലെ മോളിൽ കയറിക്കാണ്ട ഗൈസ്. ഗൈസ്, അവനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇത്ര ക്ലീൻ ആക്കിയിട്ട് ഗൈസ്, ഇവിടെ നല്ല ഫ്രഷായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അവിടെയാണ് ഗൈസ് അങ്ങോട്ട് പോകണം. എങ്ങനെയാണ് ഇനി അവൻ്റെ കൂടൊക്കെ ഇനി അടിച്ച് അതൊക്കെ കെട്ടണം. അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും ക്ലീൻ ആക്കി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത്ര ആക്കി ഗൈസ്. അവനിപ്പോൾ വലിയ കുഴപ്പമില്ല, അവിടെ വരെ എത്തിയിട്ടുണ്ട്. ചേച്ചിയാണ് ഗൈസ് എല്ലാം പണിയും ചെയ്യുന്നത്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇത് കൊണ്ട് കളയത്തേ ഉള്ളൂ. നമ്മൾ ഇത്ര പ്രാവശ്യം ക്ലീനാക്കിയിട്ടുണ്ട്. അവൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറണമെന്ന് നമുക്കറിയില്ല. വേഗം അപ്പോൾ ജോലി തീർക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഫുള്ള് ക്ലീനിങ് ആണ്.
അപ്പം ഞാൻ ഓർത്തു അതൊരു വ്ളോഗാക്കിയിട്ട് നിങ്ങളെയും കാണിക്കണം. അപ്പോൾ നമ്മുടെ പട്ടിക്കൂടൊക്കെ ഫുള്ള് ക്ലീൻ ആക്കണം. അപ്പം ഇന്നത്തെ ടോപ്പിക് അതാണ്. വാ ഗൈസ്, നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കാണ്. ഇന്നലെയൊക്കെ നമ്മൾ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചു, ഗാർഡനിലൊക്കെ ഫുള്ളും പുല്ലാണ്. അപ്പോൾ നമ്മളവിടെ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ കുളം ക്ലീൻ ചെയ്യണം ഗൈസ്. ഇതിൽ ആമ്പലൊക്കെ ഇവിടെ ഇട്ട് വെച്ചൊക്കെയാണ്, ഫുള്ളും വാടിപ്പോയി. പിന്നെ ചേച്ചി ഇവിടെ മിറ്റടിക്കാണ് ഗൈസ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു പട്ടിക്കൂട് ക്ലീൻ ചെയ്യണം, പുല്ല് പറിക്കണം തറയിലുള്ള, കുറേ നാളായി പറയണം. പിന്നെ ബാക്കിലത്തെ പുല്ല് പറിക്കണം, റൂം ക്ലീൻ ചെയ്യണം, ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്കിന്നൊരു വ്ളോഗ് ചെയ്യാം. എടി ഓഫ് ആവുള്ളപ്പോ എന്നെ പണ്ടാ ഗൈസ്. റംബൂട്ടാനൊക്കെ അത് ഫുള്ള് പൂത്ത് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? കായൊക്കെ പിടിച്ചു ഗൈസ് ഫുള്ളും. ഇവിടെ ഫുള്ള് റംബൂട്ടാൻ കായലായിരിക്കും ഗൈസ്, കണ്ടില്ലേ? ഇതിലൊക്കെ നന്നായിട്ട് വലിയ കായ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഇത് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ വേഗം പരിപാടി തുടങ്ങാം ഗൈസ്. പട്ടി കടിക്കില്ല എന്ന് തോന്നണു, എനിക്കറിയില്ല. പട്ടീൻ്റെ സ്വഭാവം ചിലപ്പോൾ മാറും, അതുപോലത്തെ പ്രാന്തുള്ള പട്ടികൾ ഗൈസ്. നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ പുല്ലൊക്കെ പറിക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ വ്ളോഗ് എടുത്താണ് ഗൈസ്. നമ്മളിത് ഇത്രയും പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജങ്കർ ഇത് ഇറങ്ങിയൊക്കെ വരും. അമ്മേ പട്ടി ഗൈസ്, പേടിക്കൊന്നും വേണ്ട. ഇത്രയും പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചി മിറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് കിട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് രാവിലെ ഒരു ഭയങ്കര വിഷമമാണ്, കാരണം ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവിടെ കാണാൻ വന്നില്ല ഗൈസ്. അതുകൊണ്ട് വെറുതെ ഇവളുടെ പിള്ളേരെയൊക്കെ ഇട്ട് കടിക്കുവാണ്. ഭയങ്കര ദേഷ്യമാണ് ഇന്ന്, എന്താണെന്നറിയില്ല. ഭയങ്കര കടി കിട്ടോ ഗൈസ് പിള്ളേരെയൊക്കെ ഇട്ട്. ഗൈസ് നമുക്കിനി ഇത് കൊണ്ട കളയണം. ഇനിയുള്ള പണികളൊക്കെ എനിക്ക് പേടിയാണ് ഗൈസ്, കാരണം ഇവൻ ഓടി വന്നാൽ ഇടയ്ക്ക് പ്രാന്താവും. ഇപ്പോൾ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ്, അങ്ങോട്ട് എന്തോ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ കൊട്ട പുല്ല് കൊണ്ട് കളയാം ഗൈസ്. അവിടുത്തെ പുല്ല് കൊണ്ട് കളഞ്ഞ് നമ്മൾ ഇന്നലെ പറിച്ച പുല്ല് കൊണ്ട് കളയണം. ഇത് ഇവിടെ നിന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ പറിച്ച പുല്ലാണ് ഗൈസ്, ഇത് കൊണ്ട് കളയണം ഗൈസ്. ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് കഴിഞ്ഞാണ്ട് നമ്മളെല്ലാം ഒരു കൊട്ടയിലിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഫുള്ള് അടിച്ച് നേരെയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പട്ടീൻ്റെ അങ്ങോട്ട് പോവാണ് ഗൈസ്. അതിന് മുമ്പ് ഇതൊന്ന് കൊണ്ട് കളയണം. കാണിക്കണ്ട. നമ്മുടെ വീടിന്റെ സൈഡിലേക്കാണ് കേട്ടോ ഇതൊക്കെ കളയുന്നത്. ഇനി എന്താ പരിപാടി? നമുക്ക് പട്ടിക്കൂട് ക്ലീൻ ചെയ്യണം, അതായത് ഇവിടുത്തെ പുല്ല് വെക്കണം. പറിച്ചു ഗൈസ്. ഞങ്ങളിത് ഇങ്ങനത്തെ കമ്പൊക്കെ എടുത്തിട്ട് അവിടെ തല്ലിക്കളയാണ്ട, പറിക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ തല്ലിക്കളയാണ്. അവനിപ്പോഴും മോളിൽ തന്നെയാണ്, മൂളിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ഞാൻ തല്ലിക്കളയുന്നത്. ഇവിടുത്തെ ഇത്രയും നമ്മൾ പറിച്ചു. ആശാൻ എന്തോ വലിയ രാജാവിനെ പോലെ മോളിൽ കയറിക്കാണ്ട ഗൈസ്. ഗൈസ് അവനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇത്ര ക്ലീൻ ആക്കിയിട്ട് ഗൈസ് ഇവിടെ നല്ല ഫ്രഷായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അവിടെയാണ് ഗൈസ് അങ്ങോട്ട് പോകണം. എങ്ങനെയാണ് ഇനി അവൻ്റെ കൂടൊക്കെ ഇനി അടിച്ച് അതൊക്കെ കെട്ടണം. അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും ക്ലീൻ ആക്കി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത്ര ആക്കി ഗൈസ്. അവനിപ്പോൾ വലിയ കുഴപ്പമില്ല, അവിടെ വരെ എത്തിയിട്ടുണ്ട്. ചേച്ചിയാണ് ഗൈസ് എല്ലാ പണിയും ചെയ്യുന്നത്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇത് കൊണ്ട് കളയത്തേ ഉള്ളൂ. നമ്മൾ ഇത്ര മോശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അവൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറണമെന്ന് നമുക്കറിയില്ല. വേഗം അപ്പോൾ ജോലി തീർക്കാം ഗൈസ്. നമ്മുടെ ചേച്ചി വലിയൊരു കാര്യം ചെയ്യാണ് ഗൈസ്. ഒരു ബക്കറ്റ് വെള്ളം അതിലേക്ക് കൊണ്ടുപോയിക്കാൻ പോകണം ഗൈസ്.
അടിയിലത്തെ ഒഴിക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ കുളമായിട്ടുണ്ട് ഗൈസ്, കുളമായിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ല നേരത്തെ ആണ്. സങ്കടമാണ് ഗൈസ്. സാമ്പലിൻ്റെ ഇലയൊക്കെ നോക്ക് ഗൈസ് നിങ്ങൾ, ഫുള്ള് പോയി ഗൈസ്. ഇതിൽ പൂണ്ടായിക്കൊണ്ടിരുന്നതാണ്, ഫുള്ളും പോയി. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, നല്ല കാറ്റ് ഗൈസ്. ഗൈസ് നമ്മളെ കുളം ശരിയാക്കി, പട്ടിക്കൂട് ശരിയാക്കി കുറേ നേരം, നമ്മൾ രാവിലെ പോലെ തുടങ്ങിയതാണ് ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് തീരുന്നത്. ശരിക്കും കഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ചേച്ചി, ഞാനും കഷ്ടപ്പെട്ടു, എന്നാൽ ചേച്ചിയാണ് കൂടുതൽ കഷ്ടപ്പെട്ടത്. ഇനി അതിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ അരിപ്പയും കൊണ്ട് അരിച്ച് കളയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ലവ് ആൻഡ് ബൈ. നമ്മൾ ഇത്ര ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് അവൻ ഇതൊന്നും ആക്കിയില്ല. കൂടിൻ്റെ അകത്തൊക്കെ വൃത്തിയാക്കി. ഇപ്പോൾ കടിക്കുമെന്ന് അറിയില്ല. അവിടെയൊക്കെ വൃത്തിയാക്കി, ജിങ്കു വൃത്തിയാക്കി. ഇവിടെയൊക്കെ കിളച്ച് പറ്റാവുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വേർത്ത് ഗായ്സ്. എത്ര നേരത്തെ കഠിനമായ പ്രയത്നമാണെന്ന് അറിയാം ഞങ്ങളുടെ. ഇനി പോയിട്ട് ആ ഫാൻ ഇട്ടൊന്ന് കിടക്കണം. അടിപൊളിയാണ് ഗൈസ്. ഇത് മാത്രമല്ല, ഇനി ഇതേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യാനുണ്ട്. നമുക്കെല്ലാം ഇന്ന് ചെയ്ത് തീർക്കണം ഗൈസ്. നമ്മളിനി കിടക്കാൻ പോകണം ഗൈസ്. നമുക്ക് അതിന് മുമ്പായിട്ട് കുഞ്ഞാവന്മാരും കൂടെ നമുക്ക് അച്ചോടാ കിടന്നുറങ്ങാറുന്നു ഗൈസ്. ഇവർ പറഞ്ഞൊക്കെ നടക്കും, പായസമൊക്കെ കുടിക്കും ഗൈസ്. വാടി ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. ദൈവമേ, രാവിലെ വന്ന് കരഞ്ഞ് ഇന്ന് തന്നെ എഴുന്നേൽപ്പിച്ചു ഗൈസ്. രണ്ടെണ്ണങ്ങളും ഗൈസ്. ഗൈസ് ഞങ്ങൾ ഫുൾ സ്പീഡിൽ ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് ഇനി ഒരു കിടക്കലുണ്ട് ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. എൻ്റെ തക്കുരുവിന് കിട്ടി. എവിടെയോ എടുത്തോണ്ട് വന്നാണ് ഗൈസ്. ഭയങ്കര കുറുമ്പാണ്. മറ്റത് സോഫേൻ്റെ അടിയിലെങ്ങാണ്ട് കയറി കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. പൊന്നേ തക്കുരുത്തല്ലേ ഇടുന്നു. ഇവര് പോടി നടക്കാറൊക്കെ, അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ എടുക്കുന്നതൊക്കെ. അതിൻ്റെ അമ്മ ഭയങ്കര വിഷമത്തിലാണ് ഗൈസ്. ഗൈസ് നമ്മുടെ ചേച്ചി വലിയൊരു കാര്യം ചെയ്യാണ് ഗൈസ്. ഒരു ബക്കറ്റ് വെള്ളം അതിലേക്ക് കൊണ്ടൊഴിക്കാൻ പോകണം ഗൈസ്. അടിയിലത്തെ ഒഴിക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ കുളമായിട്ടുണ്ട് ഗൈസ്, കുളമായിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ല നേരത്തെ ആണ്. സങ്കടമാണ് ഗൈസ്. സാമ്പലിൻ്റെ ഇലയൊക്കെ നോക്ക് ഗൈസ് നിങ്ങൾ, ഫുള്ള് പോയി ഗൈസ്. ഇതിൽ പൂണ്ടായിക്കൊണ്ടിരുന്നതാണ്, ഫുള്ളും പോയി. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, നല്ല കാറ്റ് ഗൈസ്. ഗൈസ് നമ്മളെ കുളം ശരിയാക്കി, പട്ടിക്കൂട് ശരിയാക്കി കുറേ നേരം, നമ്മൾ രാവിലെ പോലെ തുടങ്ങിയതാണ് ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് തീരുന്നത്. ശരിക്കും കഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ ചേച്ചി, ഞാനും കഷ്ടപ്പെട്ടു, എന്നാൽ ചേച്ചിയാണ് കൂടുതൽ കഷ്ടപ്പെട്ടത്. ഇനി അതിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ അരിപ്പയും കൊണ്ട് അരിച്ച് കളയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ലവ് ആൻഡ് ബൈ.